ഭക്ഷണം മനസ്സിനെ സ്വാധീനിക്കുമോ? ഭക്ഷണം പോഷകത്തിനായി മാത്രമാണോ? മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുമോ? കഴിയും. തിരഞ്ഞെടുക്കുക. ശരിയായ ഭക്ഷണം ചൂസ് ചെയ്യണം. അറവുശാലയിലെ ഒരു മൃഗം ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. 15 ദിവസം മുതൽ ഒരു മാസം വരെയൊക്കെ അതവിടെ നിൽക്കുകയാണ്. അറവുശാലയിലെ ആ ഒരു എനർജി അനുഭവിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന ഭയമുണ്ടാകുന്നു. അതിൻ്റെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും? ഭയം, വേദന, നിസ്സഹായത, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന നിസ്സഹായത, ദേഷ്യം, വെറുപ്പ്, മരണഭയം. പ്രോട്ടീൻ മാത്രമല്ല ലഭിക്കുന്നത്. പ്രോട്ടീൻസിനൊപ്പം ഭയം, ദേഷ്യം, നിസ്സഹായത, മരണഭയം എന്നിവ കൂടി നമ്മുടെ ഉള്ളിലെത്തുന്നുണ്ട്. നമ്മൾ അന്തിമ സംസ്കാരങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഒരു ശ്മശാനത്തിൻ്റെ വൈബ്രേഷൻ എങ്ങനെയുള്ളതായിരിക്കും? അവിടുത്തെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? അറവുശാലയിലെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? മരണഭയത്താൽ മുഴങ്ങുന്നു. ശാന്തമായൊരു മനസ്സാണ് താങ്കൾക്ക് ആവശ്യമെങ്കിൽ, ശാന്തമായ സാത്വികമായൊരു മനസ്സ് വേണമെങ്കിൽ, വേദന നിറഞ്ഞ ഭക്ഷണം കഴിക്കാനാവില്ല. ഒരിക്കലും ശാന്തവുമാകില്ല. ശാന്തമാക്കാൻ കഴിയില്ല. ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചില പ്രത്യേക അവസരങ്ങളിൽ വ്രതമെടുക്കാറുണ്ട്. നവരാത്രി സാത്വികമായൊരു വ്രതം 9 ദിവസവും എടുക്കാറുണ്ട്. വേണമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം. ചെയ്തു നോക്കാം. ഒരു എക്സ്പെരിമെൻ്റായി ഊർജം നിറഞ്ഞ ഒരു ഡയറ്റ് എക്സ്പെരിമെൻറ്റ്. ഹൈ ന്യൂട്രീഷണൽ ഡയറ്റ് മാത്രമല്ല, ഹൈ വൈബ്രേഷനുള്ള ന്യൂട്രീഷണൽ ഡയറ്റാക്കി മാറ്റണം. നമ്മൾ നോൺ വെജ് കഴിക്കുന്നു, പലതരം പാനീയങ്ങൾ കുടിക്കുന്നു, പുറത്തുനിന്ന് വളരെയധികം കഴിക്കാറുമുണ്ട്. ഇത് മൂന്നും നമ്മുടെ ഇമോഷണൽ ഡയറ്റിനെ ബാധിക്കുന്നു. നമ്മൾ എത്രയധികം പുറത്തുനിന്ന് കഴിക്കുന്നു, ഇത് ആരുണ്ടാക്കിയതെന്ന് നമ്മൾ അറിയുന്നില്ല. ദുഃഖം നിറഞ്ഞ അശാന്തമായ അസ്വസ്ഥമായ ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ ആ വൈബ്രേഷൻസ് കൂടി നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ്. ഒരു വീട്ടിൽ അമ്മയോ അച്ഛനോ തന്നെ ഭക്ഷണം പാകം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? കാരണം മാതാപിതാക്കൾ അവർ പാകം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ അവരുടെ ഇമോഷണൽ ഡയറ്റാണ് കുട്ടികളിലേക്ക് നൽകുന്നത്. ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു പകരമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, ഓർഡർ ചെയ്തോളൂ, ഞാൻ വരാൻ ലേറ്റാകും എന്നൊക്കെ കുട്ടികളോട് പറയുകയാണെങ്കിൽ നമുക്കത് വളരെ സന്തോഷം തോന്നും. കാരണം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല. നമ്മളൊക്കെ 3 നേരം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് വളർന്നവരാണ്, അല്ലേ? ഈ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് കുട്ടികളോടും ഉണ്ടാകേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ ലോകം ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ ആയിത്തീർന്നത്. ഇപ്പോൾ ദിവസവും പുതിയ പുതിയ ആപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ അഡ്വർടൈസ്മെന്റ്സും വരുന്നുണ്ട്. ഓർഡർ ചെയ്യൂ, കുറഞ്ഞ സമയത്തിനുള്ളിൽ വരും. നമ്മൾ ഇൻസ്റ്റാളും ചെയ്യുന്നു. ഭക്ഷണം പ്രോഫിറ്റ് ലഭിക്കാനായി ഉണ്ടാക്കുമ്പോൾ അതിൽ പണത്തിന്റെ വൈബ്രേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഒരമ്മ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ ആ മുഴുവൻ ഫാമിലിക്ക് ആവശ്യമുള്ളത്ര സ്നേഹവും കരുതലുമാണ് ഉണ്ടാകുക. ആഹാരം പ്രോഫിറ്റിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിലെ വൈബ്രേഷനും പണമായിരിക്കും. പണം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ മാത്രം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുടെ മനസ്സിലും അതേ ഉദ്ദേശം തന്നെയാണ് ഉണ്ടാക്കുക. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ ഭഗവാന്റെ ഓർമ്മയിൽ ഉണ്ടാക്കുന്ന പ്രസാദം കഴിച്ചാൽ നമ്മുടെ മനസ്സ് കൂടുതൽ ഭഗവാനോട് അടുക്കാൻ തുടങ്ങും. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വീട്ടിലെ ആളുകളോടുള്ള സ്നേഹം ആ ഭക്ഷണത്തിലുണ്ടാകണം. അങ്ങനെയാണ് കുടുംബത്തിലെ ഐക്യം നിലനിർത്താൻ സാധിക്കുന്നത്. കുട്ടികളുടെ മനസ്സ് ആരുമായി കൂട്ടിച്ചേർക്കാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ചോയ്സാണ്. എന്തെന്നാൽ ഇന്നത്തെ ലോകത്ത് ബന്ധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം പണത്തിന് തന്നെയാണ്. കുട്ടികൾ പുറത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പിന്നീട് പണം പണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ വീട്ടിൽ പ്രസാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാനാകും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും.
വളരെ ശാന്തമായി, വളരെ സൈലന്റായി പരമാത്മാവിനെ ഓർമ്മിച്ച് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ പിന്നീട് 3 നേരവും വീട്ടിൽ പ്രസാദമുണ്ടാകാൻ തുടങ്ങും. ആരുടെ വീട്ടിലാണോ 3 നേരവും പ്രസാദം പാകം ചെയ്യുന്നത്, ആ വീട്ടിലെ ഇമോഷണൽ ഹെൽത്ത് വളരെ ഹയസ്റ്റ് ആയിരിക്കും. 100%. ഭക്ഷണത്തിലേക്ക് ഹൈ വൈബ്രേഷണൽ ന്യൂട്രീഷൻ കൊടുക്കുക. ഭക്ഷണത്തിൽ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും മാത്രമുണ്ടോയെന്ന് നോക്കിയാൽ പോരാ, ചെക്ക് ചെയ്യണം. സ്നേഹമുണ്ടോ, ആശീർവാദമുണ്ടോ, ശ്രദ്ധിക്കാൻ തുടങ്ങണം. ഭക്ഷണം പാകം ചെയ്യുന്നതിലൂടെ ഒരാളെ ഹീൽ ചെയ്യാൻ കഴിയും, സംസ്കാരങ്ങളെ മാറ്റാനാകും. അത്രയും പവർഫുള്ളാണ്. നമ്മുടെ കിച്ചണിൽ ചെറിയ ചെറിയ സ്പീക്കറുകൾ പെർമനന്റ് ആയി വെക്കണം. അതിലൂടെ ഹൈ വൈബ്രേഷണൽ പാട്ടുകൾ പാടട്ടെ. ഇങ്ങനെ മുഴുവൻ ദിവസവും ഹൈ വൈബ്രേഷണൽ പാട്ടുകൾ പ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ മുഴുവൻ ദിവസവും അത് പ്ലേ ചെയ്യുന്നതിലൂടെ അവിടെയുള്ള ഓരോ വസ്തുക്കളും എനർജൈസ്ഡ് ആകും ഓട്ടോമാറ്റിക്കലി. ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ടാണ് രാജയോഗ മെഡിറ്റേഷൻ ഒരു അരമണിക്കൂറിന്റെ കാര്യം മാത്രമല്ല, അതൊരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലാണ്. കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ. ചിന്തിക്കുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്, ജോലി ചെയ്യുന്നത്, പണം സമ്പാദിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ എല്ലാം ചേഞ്ച് ആവാൻ തുടങ്ങും. ഭക്ഷണം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മനസ്സും. കുടിക്കുന്ന വെള്ളം എങ്ങനെയാണ് അതുപോലെയാണ് നമ്മുടെ സംസാരവും. വാക്കുകൾ എങ്ങനെയായിരിക്കണം? മധുരമുള്ളത്. കുടിക്കുന്ന പാനീയങ്ങൾ എങ്ങനെയായിരിക്കണം? എങ്ങനത്തെ പാനീയങ്ങൾ കുടിക്കണം? കയ്പുള്ളത് കുടിക്കാൻ പാടില്ല. അത് ശക്തികൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് ആരോഗ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ആന്തരിക ശക്തികളെയും ഇല്ലാതാക്കുന്നു. എനിക്ക് നല്ലതല്ലാത്ത ഏതൊരു കാര്യത്തിനെയും ഞാൻ എന്തിനാണ് സ്വീകരിക്കുന്നത്? വൈ? പോസ് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഞാൻ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ക്വാളിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചിന്തകളുടെ ക്വാളിറ്റി, എൻ്റെ പെരുമാറ്റത്തിൻ്റെ ക്വാളിറ്റി എല്ലാം ചേഞ്ച് ആകാൻ തുടങ്ങും. ലൈഫും ചേഞ്ച് ആകാൻ തുടങ്ങും. എന്താണ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇത് രക്ഷാബന്ധന്റെ സമയമാണ്. സ്നേഹത്തിൻ്റെ പ്രതീകം, സുരക്ഷയുടെ ഒപ്പം സ്വാതന്ത്ര്യത്തിൻ്റെയും. പ്രത്യേകത എന്താണ്? രക്ഷാബന്ധൻ അണിയിക്കുന്നു, പ്രതിജ്ഞകൾ എടുക്കുന്നു, സ്വയം സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. ഒരുപാട് മോശം ശീലങ്ങൾ നമ്മൾക്കില്ലേ? അതിനെല്ലാം ഈ ഒരാഴ്ചയിൽ തന്നെ വിട നൽകണം. ഐ എം ഇൻഡിപെൻഡൻറ്റ്. എന്താണോ എനിക്ക് ഹെൽത്തി അത് മാത്രമേ ഞാൻ കൺസ്യൂം ചെയ്യുള്ളൂ. ഫ്രണ്ട്സ് പറയും, നിനക്കെന്തു പറ്റി? ശരി, എത്ര കാലം ഈ ശീലത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് അവർ ചോദിക്കും, ബാക്ക്വാർഡായോ ഓൾഡ് ഫാഷൻഡായോ എന്നൊക്കെ. അവർ ഇങ്ങനെയൊക്കെ പറയും. അവർക്ക് ശരിയാണെന്ന് തോന്നുന്നത് അവർ പറയുന്നു, നമ്മൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലല്ല ഉള്ളത്. അവർ പറയുന്നതും ശരിയാണ്, നമ്മൾ പറയുന്നതും ശരിയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതെല്ലാം ചെയ്തുകൊണ്ട് അവരുടെ അപ്രൂവൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബി ദ വൺ. നമ്മളായി തന്നെ തുടരുക. ശരിയായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യൂ. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങും. ബിക്കം ദാറ്റ് വൺ. അതിനെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുക. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ലീഡർ ആവാൻ കഴിയും. ലീഡർ അർത്ഥം ആരാണോ ശരി മാത്രം തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഞാൻ കൊണ്ടുവരേണ്ടത്? എനിക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി. വീട്ടിൽ ഒരു നിയമം വെക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരും ടിവിയോ ഫോണോ യൂസ് ചെയ്യരുത്, ഉപയോഗിക്കരുത്. ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തണം. കാരണം ഭക്ഷണം കഴിക്കാൻ വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഉപയോഗിക്കാതിരിക്കാനുള്ള വിൽ പവർ വേണം. കഴിക്കുന്ന 10 മിനിറ്റും ഫോണും ടിവിയും നോക്കില്ല. എന്നാൽ ഇത് ആദ്യം ആര് ചെയ്ത് കാണിച്ചു കൊടുക്കണം? ആരാണ് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്? ഇങ്ങനെയല്ല, ഒരു കൈയിൽ ഭക്ഷണം മറ്റേ കൈ കൊണ്ട് ഫോൺ നോക്കുക, ചെവിയിൽ ഫോൺ വെച്ച് സംസാരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഫുഡ് എനർജൈസസ് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി. ഭക്ഷണം കഴിക്കുമ്പോൾ ജോലിയെക്കുറിച്ചും പ്രോബ്ലംസിനെ കുറിച്ചുള്ള സംഭാഷണം നോ. മാത്രമല്ല ടിവിയും നോ. ഫോണ് സൈലൻ്റാക്കി വെക്കുക. ഡൈനിങ് ടേബിളിൽ വെക്കാൻ പാടില്ല.
ഫോണിന്റെ വൈബ്രേഷൻ പോലും ഫുഡിലേക്ക് സ്പ്രെഡ് ആവാൻ പാടില്ല. സോ ഫോൺ ഡൈനിങ് ടേബിളിൽ വെക്കാൻ പാടില്ല. ടിവിയും അരുത്. ഈ ഭക്ഷണമാണ് നമ്മളെ എല്ലാവരെയും ഊർജ്ജസ്വലരാക്കുന്നത്. ഇനി ഡൈനിങ് ടേബിളിലെ സംഭാഷണങ്ങൾ എപ്പോഴും ഹാപ്പി ആയതായിരിക്കണം. കാരണം ഭക്ഷണം നിങ്ങളുടെ വൈബ്രേഷൻസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. എത്ര വലിയ ഡിസ്കഷനോ എത്ര വലിയ പ്രോബ്ലംസോ ആർഗ്യുമെന്റ്സോ എന്തായിക്കോട്ടെ, ഇതൊന്നും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരരുത്. ഇതിലൂടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ശക്തികളുമാണ് ഇല്ലാതാകുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം സംസാരം. പക്ഷെ നമ്മുടെ പക്കൽ സമയമില്ലല്ലോ. അതുകൊണ്ട് പറയാനുള്ളത് മുഴുവൻ ഈ സമയത്ത് പറഞ്ഞു തീർക്കുന്നു. പക്ഷെ യാതൊരു ഗുണവുമില്ല. ഈ ഒരാഴ്ചയിൽ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുട്ടികളെയോ കൂട്ടി മെഡിറ്റേഷൻ പഠിക്കുക തന്നെ വേണം. മാത്രമല്ല പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണിത്. ഇതിലൂടെ വലിയൊരു ഷിഫ്റ്റ് തന്നെ ജീവിതത്തിലുണ്ടാകും. ചിന്താശൈലിയിലും. അവർ അവരുടെ രീതിയിൽ ജീവിക്കുന്നു. അവരുടെ രീതിയിൽ. ഞാൻ എൻ്റെ രീതിയിലും. എൻ്റെ രീതി എപ്പോഴും ശാന്തവും സമാധാനവും ഉറച്ചതും കൺട്രോൾഡുമാണ്. അടുത്ത 24 മണിക്കൂർ എന്തു വേണമെങ്കിലും നടന്നോട്ടെ, എത്ര വലിയ കാര്യം വേണമെങ്കിലും. ഒരു വ്രതമെടുക്കുക. അടുത്ത 24 മണിക്കൂർ ഞാൻ വളരെ സ്റ്റേബിളായാണ് പ്രതികരിക്കുള്ളൂ. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയും. കാരണം നമ്മുടെ ഉള്ളിൽ അത്രയധികം ശക്തികളുണ്ട്. പിന്നീട് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ സ്വാഭാവിക ജീവിതശൈലിയായി മാറും. കാരണം ഇതാണ് നാച്ചുറൽ. നമുക്ക് ചുറ്റുമുള്ള ഈ നെഗറ്റീവ് ഇമോഷൻസ് നാച്ചുറൽ അല്ല. ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മനസ്സിൽ കുറച്ച് നല്ല ചിന്തകൾ സൃഷ്ടിക്കുക. ഞാൻ വളരെ സന്തോഷവാനായ ആത്മാവാണ്. ഞാൻ വളരെ സ്ട്രെസ്ഡ് ആണെന്ന് പറയുന്നത് ഇനി നിർത്തണം. മാത്രമല്ല സ്ട്രെസ് നോർമലാണെന്ന് പറയുന്നതും നിർത്തണം. നിങ്ങളുടെ വൊക്കാബുലറിയിൽ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ചേഞ്ചസ് കൊണ്ടുവരിക. ഞാൻ വളരെ സന്തോഷവാനായ ആത്മാവാണ്. എൻ്റെ ബന്ധങ്ങൾ വളരെ മനോഹരമാണ്. എൻ്റെ ജീവിതം എങ്ങനെയാണ്? എൻ്റെ ജീവിതം പെർഫെക്റ്റ് ആണ്. മാത്രമല്ല എത്ര സമയമുണ്ട് എൻ്റെ അടുത്ത്? ഒരുപാട് സമയമുണ്ട്. എൻ്റെ പക്കൽ ഒരുപാട് സമയമുണ്ട്. എനിക്ക് ഒരുപാട് സമയമുണ്ടെന്ന് ഒരാഴ്ച നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും ഈസിയാണ്. ആളുകൾ ചോദിക്കുമ്പോൾ പറയരുത് ഞാൻ ബിസിയാണെന്ന്. ഈസിയാണ്, ഓൾവേസ് ഈസി. നിങ്ങളോട് സംസാരിക്കുന്നവരുടെ വൊക്കാബുലറി പോലും ചേഞ്ച് ആകാൻ തുടങ്ങും. ഹൈ എനർജി വാക്കുകൾ മാത്രം യൂസ് ചെയ്യുക. ദ വേൾഡ് വിൽ ചേഞ്ച് വിത്ത് അവർ വേർഡ്സ്. ഞാൻ എപ്പോഴും വളരെ ഈസിയാണ്, ബിസിയല്ല. ജോലികൾ ഉണ്ടാവാം, പക്ഷെ ഞാൻ ഈസിയാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ നമുക്ക് നമ്മുടെ ഭാഗ്യത്തെ തന്നെ മാറ്റാൻ കഴിയും.